റെഗാബി മാർക്കിന്റെ മൈൻഡിൽ വന്നിട്ടുള്ള പ്രോഗ്രസിനെ പറ്റി ചോദിച്ചറിയുന്നതിലാണ് സെവറൻസ് സീസൺ 2-ന്റെ 6ാം എപ്പിസോഡ് തുടങ്ങുന്നത്. ഒരു ഡെസ്കിന്റെ മുകളിൽ നിന്ന് എണീക്കുന്നത് വിട്ടിട്ട് മറ്റു ചുറ്റുപാടുകൾ കണ്ടതും കേസിയുമായി ഒരു ഇൻട്രാക്ഷൻ നടന്നതും നല്ല ലക്ഷണങ്ങളാണെന്ന് അവർ പറയുമ്പോൾ ജമ്മ സംബന്ധമില്ലാതെ പിറപ്പിക്കൊണ്ടിരുന്നതിലും കണ്ടിട്ട് പരിചയം പോലെ കാട്ടാതിരുന്നതിലും മാർക്കിന് നല്ല വിഷമമുണ്ട്. അവളെ വെച്ച് അവിടെ എന്താണ് ചെയ്യുന്നത്? റെഗാബി ഇത് കണ്ട് നിന്റെ ജമ്മ എന്തായാലും അവിടെ ഉണ്ട്, അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടുമായ ഒരു ലോകമായിരിക്കുമെന്നും ആശ്വസിപ്പിക്കുന്നതിൽ മാർക്കിന് നല്ല റിലീഫ് ഉണ്ടെങ്കിലും കഴിഞ്ഞ ഇത്രയും കാലത്തെ വിഷാദത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാണ് അയാൾ. ജീവച്ഛവമായി കഴിച്ചു കൂട്ടിയ സമയത്തിന് ശേഷം വീണ്ടും മരിച്ചു എന്ന് ഉറപ്പിച്ചിരുന്ന ജമ്മയെ കണ്ടെത്താൻ ഇപ്പോൾ പരിശ്രമിക്കുന്നു. ശേഷം ഇവിടെ നമ്മൾ നേരെ ലൂമിനിലേക്ക് പോകുമ്പോൾ ഡിലാന് ഇർവിംഗ് വഴി കിട്ടിയിട്ടുള്ള ആ വലിയ ക്ലൂ, ഫോട്ടോയ്ക്ക് പിന്നിലെ ഹോൾവേ ഡയറക്ഷൻ മാപ്പ്, അതിനെപ്പറ്റി ഇന്നി മാർക്കിനെയും ഹെല്ലിയും അറിയിക്കുകയാണ്. നമ്മൾ നിൽക്കുന്നതിന് താഴെയുള്ള ഈ പ്രദേശത്തിലേക്ക് എത്താനുള്ള വഴിയുള്ള പേപ്പർ തിരികെ ഫോട്ടോയ്ക്കടിയിൽ തന്നെ വെച്ചിരിക്കുമെന്ന് പറയുമ്പോൾ എന്നാൽ ഹെല്ലിക്ക് അതുപോലും എടുത്തു വയ്ക്കാൻ ധൈര്യമില്ലെന്നൊരു ചോദ്യവും. നിനക്കതിൻ്റെ അപകടം പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ഡിലാൻ മാറുന്നതും ഹെല്ലി അവൾക്ക് ഹോൾവേ പാസ് ഉള്ളത് കൊണ്ട് തന്നെ പുറത്തേക്ക് പോയി നോക്കട്ടെ എന്ന് പറയുന്നത് കേട്ട് മാർക്കാകട്ടെ വലിയ താല്പര്യമില്ലാതെ നോക്കിയേക്ക് എന്ന് സംസാരവും. ഇതും പറഞ്ഞ് ഫ്രിഡ്ജ് തുറക്കുന്നതും വീണ്ടും അവൻ്റെ റീഇൻ്റഗ്രേഷൻ ഗ്ലിച്ച് വരികയാണ്. ഫ്രിഡ്ജും ചുറ്റുപാടുമെല്ലാം വീട്ടിലെ പോലെ ഫ്ലാഷ് ആവുന്നത് വല്ലാതെ നോക്കി നിൽക്കുന്ന മാർക്കിനെ ഹെല്ലി വിളിച്ച് ഓക്കെയാണോ എന്ന് ചോദിക്കുന്നതും അതിനൊരു ശമനം ഉണ്ടാകുമ്പോൾ ഇതേ സമയം മിസ് വോങ്ങിനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ച് സെത്ത് മിൽച്ചിക് അയാളുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് റിവ്യൂവിനെ കുറിച്ചും അതിലെ ചില മുഴച്ചു നിൽക്കുന്ന ഉത്കണ്ഠകളെ പറ്റിയും പറഞ്ഞിട്ട് അവൾക്കൊരു താക്കീത് കൊടുക്കുവാണ്. ഞാൻ വിചാരിച്ചാൽ മാത്രമേ നിനക്ക് ഇവിടുത്തെ വിൻടൈറ്റ് മെറ്റീരിയൽ എന്ന വകുപ്പിൽ നിന്ന് ഗ്രാജുവേഷൻ കിട്ടുള്ളൂ എന്നും അതുകൊണ്ട് കുട്ടിത്തം വിട്ടിട്ട് നല്ലോണം ശ്രദ്ധിച്ച് ജോലി ചെയ്യാനും പറഞ്ഞുകൊണ്ട്. മിൽച്ചിക്കിന് തീർച്ചയായും ആ റിപ്പോർട്ട് വന്നതിന് ശേഷം അയാളുടെ മൂഡ് കുറച്ചുകൂടി ഡാർക്കായിട്ടുണ്ട്. അങ്ങനെ ഇന്ന് മറ്റു കുറച്ച് ജോലികൾ ഉണ്ടെന്നും അതുകൊണ്ട് തൻ്റെ ഓഫീസിൽ നിന്ന് മാനേജ് ചെയ്യണമെന്നും പറയുമ്പോൾ ഹോങ്ങിന് സന്തോഷം. മേലധികാരിയുടെ ജോലി കുറച്ച് നേരത്തേക്ക് നോക്കാമല്ലോ, എന്നാൽ നോട്ടം പുറത്തെ സ്വന്തം ഡെസ്കിലിരുന്ന് മതിയെന്നും വിളിച്ചേക്കും. ഇയാൾ കഴിഞ്ഞ ദിവസം പോകാൻ നേരം ലിഫ്റ്റിൽ വെച്ച് മാർക്കിനോട് അത്ര സുഖമല്ലാത്ത രീതിയിൽ സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇതേപ്പറ്റി മാർക്ക് ഹെല്ലിയോട് പറയുമ്പോഴോ അവൾക്ക് ഇതെല്ലാം ജോലിക്കാർ ഒത്തൊരുമയോടെ പ്രവർത്തിക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയായിട്ടാണ് തോന്നുന്നത്. ഇതും പറഞ്ഞ് കുറിപ്പെടുക്കാൻ പോകുന്നവളെ പിടിച്ചു നിർത്തി തുറന്നങ്ങ് സമ്മതിക്കുവാണ് കിടക്ക പങ്കിട്ടുവന്ന്. ഹെല്ലി പരിങ്ങി വില്ലൻ സെഷനിൽ വെച്ചാണോ മിസ് കേസിയുമായി എന്ന് തുടങ്ങുന്നതും അതൊന്നുമല്ല. ഹെല്ലി എന്ന ധാരണയിൽ ഹെലീനയുമായി റീട്രീറ്റ് വേളയിൽ ടെന്റിൽ വെച്ച് റൊമാൻസിൽ ഏർപ്പെട്ടതായി അവൻ മനസ്സ് തുറക്കുന്നതും ഹെല്ലി വല്ലാണ്ട് ഡിസ്പാവുകയാണ്. തന്റെ അനുവാദമില്ല സ്വന്തം ശരീരം അവൾ അങ്ങനെയും ഉപയോഗിച്ചു എന്ന വിഷമത്തോടെ ഹെല്ലി ഇറങ്ങിപ്പോകുന്നത് കാണുന്ന നമുക്കെന്നാ തോന്നുന്നത് എന്തായാലും ഒരാൾ തന്നെയല്ലേ, പിന്നെന്താ ഇത്ര പ്രശ്നമെന്നും. പക്ഷേ ഇവിടെല്ലാം ഇന്നിയുടെയും ഔട്ടിയുടെയും ആ ഈഗോയും സെപ്പറേഷനും എല്ലാം നല്ലോണം ഡെവലപ്പ് ചെയ്യാൻ ഈ സീരീസ് ശ്രമിക്കുന്നുണ്ട്. അതുപോലുള്ള മറ്റൊരു സിറ്റുവേഷനാണ് ഇന്നി ഡിലാനും അയാളുടെ ഔട്ടി വൈഫ് ഗ്രച്ചനുമായുള്ള സന്ദർഭങ്ങളും. ആദ്യ മീറ്റിംഗിൽ ഗ്രച്ചൻ ഇന്നിയോട് ഒരു ക്യൂരിയോസിറ്റി തോന്നി കെട്ടിപ്പിടിച്ചിറങ്ങിപ്പോയപ്പോൾ വീട്ടിൽ നമ്മൾ കണ്ടത് പുറത്തെ ഡിലാനുമായി അവർക്ക് വലിയ സുഖമുള്ള ഒരു ജീവിതമല്ല, അധികം കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കാത്ത ഒരു ബോറിംഗ് ലൈഫ് പോലെ. ഇപ്പോൾ ഇന്നിയുമായുള്ള അവരുടെ രണ്ടാമത്തെ മീറ്റപ്പിലും ഒരു വിശ്വാസവഞ്ചന എന്ന് പറയാൻ പറ്റുമോ സംശയമാണെങ്കിലും ഗ്രച്ചൻ ഡിലാനോട് കൂടുതൽ അടുക്കുവാണ്, ഔട്ടിയേക്കാളും ഇന്നിയോട് ഇൻട്രസ്റ്റ് ഉള്ള പോലെ. കാരണം രണ്ടും രണ്ട് നേച്ചറുമാണല്ലോ. ഔട്ടി ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളെ പറ്റിയൊക്കെ ഗ്രച്ചൻ പങ്കുവച്ചും കുട്ടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുമെല്ലാം സംസാരം കഴിയുമ്പോൾ മുമ്പ് കെട്ടിപ്പിടിച്ച പോലെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അങ്ങനെ ഇരുവരും ആലിംഗനം ചെയ്ത് ഒരു കിസ്സൊക്കെ പുതിയ തലത്തിലേക്ക് പോകുമ്പോൾ എന്നാൽ മുമ്പ് ചുംബിച്ചതെ പറ്റി ഓർക്കുന്ന ഹെല്ലിക്ക് ഒരു നല്ല മൈൻഡല്ല. ചതിച്ചെന്ന പോലെ മാറി നിൽക്കുന്ന ഹെല്ലിയുടെ കാര്യത്തിൽ മാർക്കിനും എന്നാൽ തലവേദന. നീ എന്ന് കരുതിയില്ലേ ഞാനൊന്നങ്ങനെ മുതിർന്നതെന്ന് മാർക്ക് തൻ്റെ സൈഡ് ക്ലിയർ ആക്കുമ്പോൾ എന്നാൽ തന്നോട് ഇതേവരെ തോന്നാത്ത എന്തായിരുന്നു അവളോട് തോന്നിയെന്ന് ഹെല്ലിയും. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ രാവിലെ ഡ്രസ്സ് വരെ ഇടിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിടുന്നു, സുഹൃത്തുക്കളെ പറ്റിക്കുന്നു, എന്നെയും കമ്പനി എല്ലാം അവൾ കൺട്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് സ്വയം ഔട്ടിയെ കുറ്റപ്പെടുത്തിയ ശേഷം എനിക്ക് എൻ്റേതായ ഓർമ്മ വേണമെന്ന് ഹെല്ലി. അതായത് ടെൻറ്റിൽ നടന്നത് വെച്ച് മാർക്കിന് കാര്യം പിടികിട്ടി. പക്ഷേ ഇവിടെ എവിടെ പോകുമെന്ന് നിൽക്കുമ്പോൾ ഹെല്ലി ഒരു ഉപയോഗശൂന്യമായ റൂമിലേക്ക് ചെന്ന് അവിടെ ചെറിയ ടെൻറ്റ് സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ഇരുവരും റൊമാൻസിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മിൽച്ചിക്കിൻ്റെ മറ്റു ജോലികൾ എന്താണെന്ന് വെച്ചാൽ പേപ്പറുകൾ അടുക്കി ക്ലിപ്പിടുക. കൃത്യമായ രീതിയിലല്ല പേപ്പർ ക്ലിപ്പിടുന്നതെന്ന് റിവ്യൂവിൽ വന്നിട്ടുള്ള ഒരു ന്യൂനതയാണല്ലോ. അങ്ങനെ സകല പേപ്പറുകളും കൃത്യമായി ക്ലിപ്പ് ചെയ്ത ശേഷം വിറകൈകളോടെ എടുത്തു നോക്കുന്ന റിപ്പോർട്ടിലെ രണ്ടാമത്തെ പോരായ്മ, മനസ്സിലാക്കാൻ പ്രയാസമുള്ള കഠിന വാക്കുകൾ. തുല്യ ജോലിക്കാർക്കും മറ്റും പിടികിട്ടുന്ന വാക്കുകളിൽ സംസാരിക്കണമെന്നുള്ള റിവ്യൂ റിപ്പോർട്ട് കണ്ട് അവിടെയുള്ള ഒരു കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് സ്വയം പറയുവാണ്, നിന്റെ കുട്ടിത്തമെല്ലാം മാറ്റണം, പക്വത വരണം, വളരണം. ഇത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ബ്രേക്ക് റൂമാണ്. എംപ്ലോയീസ് എന്തെങ്കിലും തെറ്റി പ്രവർത്തിച്ചാൽ അവരെ റൂമിൽ കയറ്റി ഇതുപോലല്ലേ ഒരേ വാക്ക് തന്നെ റിപ്പീറ്റായി പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ മിൽച്ചിക് സ്വയം ഒരു ശിക്ഷ നടത്തി കുറച്ചു നേരം കഴിഞ്ഞ് മാർക്കും ഹെല്ലിയും തിരികെ ഹോൾവേയിലൂടെ നടക്കുവാണ്. റൊമാൻസിന് ശേഷം ഇരുവരും നിന്ന് പരസ്പരം ചുംബിക്കുന്നതും ഹെല്ലിയുടെ മുഖത്ത് ചോര, അത് മാർക്കിന്റെ മൂക്കിൽ നിന്നും വരുന്നതാണെന്ന് കണ്ട് നേരെ മാനേജറുടെ അടുത്തേക്ക് എത്തുന്നു. മിൽച്ചിക്കിന്റെ ഭാവത്തിൽ ഹോങ് ചെക്കപ്പ് നടത്തുമ്പോൾ നമ്മൾ മുമ്പ് PT കണ്ട പോലാണല്ലോ മാർക്കിനുണ്ടാവുന്ന ഈ നോസ് ബ്ലീഡിങ്. റീഇൻ്റഗ്രേഷൻ ആഫ്റ്റർ എഫക്റ്റിൽ PT ഇതിൽ കുറെ സഫർ ചെയ്തോടുവിൽ മരിക്കുന്ന സമയത്തും ബ്ലീഡിങ് ഒരു പ്രധാന പ്രശ്നമായിരുന്നു. മാർക്കിനും ഈ സിംറ്റംസ് വരുന്നതോടെ അയാളുടെ ആരോഗ്യസ്ഥിതിയിലും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതായി മനസ്സിലാക്കാം. എല്ലാം ജമ്മയ്ക്ക് വേണ്ടി. ചോര വന്നപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? ഇനി ഹെല്ലി എങ്ങനെ മൂക്കാമണ്ടേക്ക് ഇടിച്ചതാണോ എന്നെല്ലാം തിരക്കുന്ന ഹോങ് എന്തെങ്കിലും പന്തികേടോ ഹാലൂസിനേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് മാർക്കിന് സ്ട്രൈക്ക് ആവുന്നു. കാരണം ഹാലൂസിനേഷൻസ് ഇപ്പോൾ അടിക്കടി വരാറുണ്ട്.
എന്നാൽ അതേക്കുറിച്ചൊന്നും മിണ്ടാതെ ചോര നിന്നു നോർമലായെന്ന് പറഞ്ഞ് കോട്ടൺ ബിന്നിലിടുന്നതും പൊടുന്നനെ വീണ്ടും ഗ്ലിച്ച്. ഹോങ്ങിന് എടുത്തിരിക്കുന്ന പോലെ തന്നെ റഗാബിയുടെ മുന്നിലും ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്ന പോലെ. എന്തു പറ്റിയെന്ന് റഗാബി ചോദിക്കുന്നതും ഹോങ് ചോദിക്കുന്നതും ഒരേപോലെ. വെപ്രാളം കണ്ട് റഗാബി നീ ഇപ്പോൾ ലൂമിലായിരുന്നോ, എന്താ കണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു. ഒരു ബ്ലാക്ക് ഹോൾവേ കണ്ടോ എന്ന് ആലോചിക്കാൻ പറയുന്നത് കേട്ട് ആലോചിക്കാൻ ശ്രമിക്കുന്നെങ്കിലും ആ വെപ്രാളത്തിൽ ഒന്നും മനസ്സിലേക്ക് വരാതെ ഇരുന്ന് ചുമയ്ക്കുന്നു. പക്ഷേ റഗാബിക്ക് ആ ഡാർക്ക് ഹോൾവേയെക്കുറിച്ചുള്ള അറിവ് എങ്ങനെ വന്നു എന്നതിലൊരു ക്ലാരിറ്റി ഇല്ല. ചിലപ്പോൾ അവിടെ പ്രവർത്തിച്ച വഴി അറിഞ്ഞതായിരിക്കാം. എന്തായാലും ഇപ്പോൾ നടന്നിരിക്കുന്നത് റീസെൻ്റായി നടന്നതിൻ്റെ മറ്റൊരു ക്രോസ് ഓവർ മെമ്മറിയാണെന്നും എല്ലാ ഓർമ്മകളും കൂടിച്ചേരുന്നവരെയും ഇടയ്ക്കിങ്ങനെ ഓരോ ഗ്യാപ്പ് ഫീൽ ചെയ്യുമെന്ന് റഗാബി ഉത്സാഹം കൊള്ളുന്നെങ്കിലും പ്രോസസ്സ് ഒന്നുകൂടി വേഗത്തിലാക്കേണ്ടതുണ്ട്. അത് സേഫ് ആണോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിൽക്കുന്ന മാർക്കിനോട് ചിലപ്പോൾ ചെറിയ ബ്ലീഡിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഡിവൈസിൽ മാർക്കിൻ്റെ തലയുടെ സ്കാൻ നോക്കി പറഞ്ഞ ശേഷം നമുക്ക് തലയിലെ ആ ദ്വാരത്തിലൂടെ ആ ചിപ്പിനെ ഒന്ന് മുക്കാമെന്ന് റഗാബി പറയുന്നതോടെ മാർക്കിൻ്റെ സകല ധൈര്യം പോവുകയാണ്. ഇത് കേട്ട പിന്നെ ആർക്കാ കണ്ണ് തള്ളാത്തെ? തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കാൻ തലയോട്ടിയിൽ ഡ്രിൽ ചെയ്ത ആ ഭാഗത്തെ മാംസം ഇളക്കി ചിപ്പിൽ എന്തോ ചെയ്യാനുള്ള പരിപാടി പറഞ്ഞ തീരെ മുന്നേ തുടങ്ങുന്നതും മാർക്ക് ചാടി എണീറ്റ് ഞാനത് ചെയ്യാൻ പോണില്ലെന്ന് പറഞ്ഞ് ദേഷിക്കുന്നു. ഇതെല്ലാം അഴിച്ചു മാറ്റി തരാനും വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ, പോയി വല്ലതും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നു. ഇതൊക്കെ റീഇൻറ്റഗ്രേഷനിൽ ഉള്ളതാണെന്നുള്ള റഗാബിയുടെ വാക്ക് അവഗണിച്ചുകൊണ്ട്. ഇനി ഇർവിങ്. ബർട്ടിന്റെ ക്ഷണത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വില കൂടിയ വൈനുമായി ഒരു ചിറ്റാനെത്തിരിക്കുകയാണ് ഇർവിങ്. ബർട്ടിന്റെ പങ്കാളി ഫീൽഡ്സിന്റെ ചില തെറ്റിദ്ധാരണ കൂടി മാറ്റിയെടുക്കാൻ. അങ്ങനെ മീശയൊക്കെ ചീകി കുട്ടപ്പനായി ബർട്ടിന്റെ ക്ഷണത്തിൽ വീട്ടിൽ കയറുമ്പോൾ അടുക്കളയിലെ തയ്യാറെടുപ്പിൽ നിന്ന് വീണ്ടും സ്വാഗതമെന്ന് പറയുന്ന ഫീൽഡ്സും. ഇതിനു മുമ്പത്തെ ഒരു സാഹചര്യം ഓവർ ടൈം കോലാഹല സമയത്തായിരുന്നല്ലോ. അപ്പോഴാണെങ്കിൽ ഇർവിങ് നല്ല ചൂടിലുമായിരുന്നു. അന്നത്തെ ആ സംഭവത്തിൽ ക്ഷമ ചോദിക്കുമ്പോൾ പക്ഷെ കാണുന്ന നമുക്കതിലൊരു ചേർച്ചക്കുറവുണ്ട്. കാരണം ഇർവിങ് അന്ന് ആ രാത്രി ബർട്ടിനൊപ്പം കണ്ടത് തടിച്ചിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോൾ കാണുന്ന ഫീൽഡ്സ് എന്നുള്ളതോ അതിലും പ്രായമേറിയ ഒരാളും. എന്തായാലും അങ്ങനെ മൂവരും ഒത്തുകൂടി ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ബർട്ടും ഫീൽഡ്സും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ചർച്ചിൽ പോകുന്നതിനെക്കുറിച്ചും പറയുന്നു. ഒരിക്കൽ ചർച്ചിലെ പ്രഭാഷണം സെവറൻസ് പ്രോസസ്സിനെ കുറിച്ചായിരുന്നുവെന്നും അതിനെക്കുറിച്ച് വികാരിയച്ചൻ പറഞ്ഞത് ഇനിയും ആത്മാവുള്ള ഒരു വ്യക്തിയാണ്, അവർ സ്വർഗത്തിലേക്ക് പോകുമെന്നും പ്രതിഭാഗം പാതാളത്തിലേക്കും പോകുമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. ബർട്ടിൻ്റെ ഈ 2 വർഷനും എന്നോടൊപ്പം മാത്രമാണ് വരേണ്ടതെന്ന് ഫീൽഡ്സിൻ്റെ ഒരു കുത്തിയുള്ള സംസാരവും. ഇത് രാത്രി നമ്മുടെ നോബി മാർക്കോസും എന്തോ പരിപാടിയിലാണ്. ഒളിഞ്ഞും പതിഞ്ഞുമൊക്കെ ഒരു റെസിഡൻസ് ഏരിയയിലേക്ക് കയറുമ്പോൾ മറ്റൊരിടത്ത് ഡിലാൻ കുട്ടികളുമൊത്തിരുന്ന് പുതിയൊരു കാർ എടുക്കുന്നതിനെപ്പറ്റി പറഞ്ഞ ശേഷം ലൂമനിൽ പോയതെക്കുറിച്ച് വീണ്ടും ചോദിക്കുകയാണ്. എന്നാൽ ഗ്രച്ചനാകട്ടെ അതിന് മറുപടിയായി അത് ക്യാൻസലായെന്നും ഞാൻ അയാളെ നിങ്ങളെ കണ്ടില്ലെന്നും കളവ് പറയുന്നു. വല്ല ബിസിയോ മറ്റോ ആയിരുന്നിരിക്കാം എന്ന് കൂടി ചേർക്കുമ്പോൾ ഗ്രച്ചനിൽ ഈ മുമ്പിലിരിക്കുന്ന ഡിലാനോട് എന്തോ ഒരു മടുപ്പുണ്ട്. ആനയെ തിന്നാനുള്ള വിശപ്പുമായി ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലിരുന്ന് മാക്കം കഴിക്കുന്ന മാർക്കിനെ ഒരാൾ അങ്ങനെ മിഴിച്ചു നോക്കുവാണ്. ആരാ? ഹെലീന. മാർക്ക് തന്നെയാണ് നോക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതും ഹെലീന കുറെ എക്സ്പ്രഷൻസ് വാരി വിതറിയിട്ട് അയാളുടെ അടുക്കലേക്ക് എത്തി പരിചയപ്പെടുന്ന പോലെ ഭാവിക്കുന്നു. സ്വയം പരിചയപ്പെടുത്തി ലൂമനിലേതാണെന്ന് പറയുന്നെങ്കിലും മാർക്കിന് അവരെ അറിയാം. കാരണം ലൂമനെ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരാറുള്ളതല്ലേ. പക്ഷേ റീഇൻറ്റഗ്രേഷൻ ക്ലിയർ ആയിട്ടില്ലാത്ത മാർക്ക് തന്നെ എങ്ങനെ അറിയാമെന്നങ്ങനെ അതിശയിച്ചിരിക്കുമ്പോൾ മുമ്പ് നടന്ന സിസ്റ്റമാറ്റിക് എററിന് ഒരു ക്ഷമാപണവും ഓവർ ടൈം കണ്ടിജൻസി. ഇരുവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഹെലീനയ്ക്ക് മാർക്കിന് അത്യാവശ്യം നന്നായി റീട്രീറ്റ് ടൈം വരെ അറിയാമെങ്കിലും മാർക്കിന് ലൂമിൻ്റെ ഹെഡ് എന്നതിലുപരി ഹെലീനയെ പറ്റി മറ്റൊന്നും ഇപ്പോൾ അറിയില്ല. കാരണം ഗ്ലിച്ചിലും ഇതുവരെ ഹെല്ലിയെ കണ്ടിട്ടേ ഇല്ല. നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു അന്ന് നടന്ന ഓവർ ടൈം എന്നും ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല എന്നുമൊക്കെ ഉറപ്പുകൊടുത്ത് അങ്ങനെ അടുക്കുമ്പോൾ മാർക്കിനും ബഹുമാനമാണ്. കാരണം ലോകത്തിലെ റെവല്യൂഷണറി ആയിട്ടുള്ള സെവറൻസ് പ്രോസസ്സിനെ കുറിച്ച് കണ്ടെത്തിയവരല്ലേ. ഹെലീന ആ ക്രെഡിറ്റ് ഫുൾ തൻ്റെ പിതാവിന് കൊടുത്തുകൊണ്ട് അത് അച്ഛൻ കണ്ടുപിടിച്ചതാണെന്നും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അച്ഛനുമായി ഒന്ന് പരിചയപ്പെടണമെന്നൊക്കെ മാർക്കിനോട് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അയാൾക്ക് സന്തോഷമുണ്ട്, അതേസമയം അമ്പരപ്പും. കാരണം ഹെഡ് തന്നോട് ഇത്ര ഫ്രീ ആയി സംസാരിക്കുമല്ലേ. അടുത്തത് ഹെലീനയുടെ സെൻറ്റിമെൻ്റൽ അപ്രോച്ച്. എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം നിരാശയിലൂടെയും വിഷാദത്തിലൂടെയും ഒക്കെ കടന്നുപോയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞ് അവസാനം കലമുടിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യ ഹാനയുടെ വിയോഗത്തിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നെന്ന് ഒരു ഡയലോഗും. ഹാനയല്ല, ജെമ്മ എന്ന് തിരുത്തുന്ന മാർക്കിനോട് വീണ്ടും കാർ ആക്സിഡന്റിനെ പറ്റിയും ജെമ്മ വളരെ ചെറുപ്പമായിരുന്നൊക്കെ പറയുന്നത് കേട്ട് കണ്ടതിൽ സന്തോഷമെന്ന് പറഞ്ഞ് മാർക്ക് ഹെലീന എന്തോ പോലെ നോക്കിയിട്ട് ഇറങ്ങിപ്പോകുന്നു. ഹെലീന മാർക്ക് മൊത്തമുള്ള ഈ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നിൽ എന്തായിരിക്കും? ഇനി അയാളെ ഇമോഷണലി ട്രിഗർ ചെയ്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണോ? നമുക്ക് നോക്കാം. മാർക്ക് തിരികെ വെച്ച് പിടിക്കുമ്പോൾ നോബി ആ ബിൽഡിങ്ങിൽ കയറി നിൽക്കുന്നത് അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സെവേർഡ് എംപ്ലോയീസിൻ്റെയും മറ്റും ചില ലിസ്റ്റുകളാണ്. അപ്പോൾ ബോർഡും കളത്തിലിറങ്ങി എന്തോ പ്ലാനിങ്ങിലാണ്. ഗേ കപ്പിൾസുമായുള്ള സംസാരത്തിൽ നിന്നും ഇർവിങ്ങിന് ഡൗട്ട് തോന്നുന്ന ഒരു വിഷയം സെവറൻസിനെ കുറിച്ച്. ആദ്യമായി സെവേർഡ് ഓഫീസ് ഓപ്പൺ ചെയ്തത് 12 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. എന്നാൽ ഫീൽഡ്സ് ആകട്ടെ 20 കൊല്ലം മുന്നേ ബർട്ടുമായി കണ്ടുമുട്ടി അടുപ്പത്തിലായതെക്കുറിച്ച് പറയുമ്പോൾ ഈ സംശയം ഇർവിങ് ചോദിക്കുന്നത് കേട്ട് ബർട്ട് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഫീൽഡ്സിനോട് ഇനി അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അക്കാര്യത്തിലും എന്തോ കള്ളത്തരമുണ്ടെന്ന് തോന്നുന്നു. ഈ സിറ്റുവേഷനോടെ ഫീൽഡ്സിന് സ്ട്രെയിറ്റ് ഫോർവേഡായി ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുകയാണ്. ഇർവിങ്ങിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ഇരുവരും അവിടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടോ എന്ന് ചോദിക്കുന്നതും ഇരുവർക്കും ഞെട്ടൽ. അതിനുള്ള സാധ്യത തോന്നി അങ്ങനെ ചോദിച്ചതാണ് എന്നിരിക്കുന്ന ഫീൽഡ്സിനോട് വീട്ടിലേക്ക് വന്ന ഗസ്റ്റിനെ വേദനിപ്പിച്ചപ്പോൾ മതിയായല്ലോ എന്നിരിക്കുന്ന ബർട്ടും ഇർവിങ്ങും കേൾക്കെ അയാൾ ഇന്നുകളിൽ സ്നേഹമുണ്ടാവുക സ്വാഭാവികമാണെന്നുള്ള പള്ളിയിലച്ഛൻ്റെ വാക്കിൽ പിടിച്ചു നിൽക്കുന്നു.
അറിയാതെയായിരുന്നെങ്കിലും ഈ സമയത്ത് അത്യാവശ്യമായിരുന്ന ഈ ഒരു ഇമോഷണൽ പുഷ് ഹെലീന കൊടുത്തതോടെ മാർക്ക് വീട്ടിലേക്ക് ഓടി റഗാബിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. മുമ്പ് കാണിച്ചതിന് സോറി, ചെയ്യാന്ന് പറഞ്ഞ ആ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒടുവിൽ മാർക്കിന്റെ തലയോട്ടിയിൽ ഡ്രിൽ ചെയ്ത ഭാഗത്തൊട്ടിയിരിക്കുന്ന മാംസഭാഗം കീറി അകറ്റിയ ശേഷം അതിനുള്ളിലൂടെ സ്കാനിൽ നോക്കി ഒരു ട്യൂബ് ഉള്ളിലേക്ക് കയറ്റുന്നു. ഈ ചെയ്യുന്നതെല്ലാം ചെറിയ അനസ്തേഷ്യ ഡോസ് കൊടുത്തിട്ടാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. മെല്ലെ ആ ചിപ്പിന് കുറച്ച് മുകളിൽ നിർത്തിക്കൊണ്ട് സിറിഞ്ച് വഴി ചുറ്റും എന്തോ ഒരു ഫ്ലൂയിഡ് കുത്തി വ്യാപിപ്പിച്ച് തിരികെ എടുത്തു കഴിഞ്ഞൊരു പ്ലാസ്റ്റർ ഒട്ടിക്കുമ്പോൾ ഇനി എത്ര സമയം നോക്കണമെന്ന് മാർക്ക്. പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നതും മാർക്കിന്റെ തലയിൽ എന്തോ ചുഴറ്റിക്കറങ്ങുന്ന പോലെ വൈബ്രേഷൻ. ആങ്ഷ്യസ് ആകുമ്പോൾ മനസ്സിൽ വരുന്നത് ആ മൊമെന്റ്, ഹെല്ലിയുമൊത്തുള്ള റൊമാൻസ്. പെട്ടെന്ന് തന്നെ ജെമ്മയുമായി ഗ്ലിച്ച് ആവുന്നത് കണ്ട് ഇതെന്ത് നാശമെന്ന് മാർക്കും. കാരണം ഹെല്ലി റൊമാൻസിനെ പറ്റി ഔട്ടിക്ക് ധാരണയില്ലല്ലോ. പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടൽ. അതേപോലെ ഔട്ടിമാർക്ക് ഹെല്ലിയെ കാണുന്നത് ഇതാദ്യവും. കുറച്ചു മുമ്പ് നേരിട്ട് കണ്ട ഹെല്ലിനെ ഇപ്പോൾ വീണ്ടും എന്തിനിങ്ങനെ കാണണമെന്ന് വിരണ്ടു നിൽക്കുന്നതും പുറത്ത് കോളിംഗ് ബെൽ. അത് ശ്രദ്ധിക്കേണ്ടെന്ന് റഗാബി നിർദ്ദേശം കൊടുക്കുമ്പോൾ തലയിൽ കീ സൗണ്ട് കേട്ട് ഇറിറ്റേറ്റിംഗ് ആയി നിൽക്കുന്ന മാർക്കിന് പുറത്തുനിന്ന് വിളിക്കുന്നത് ഡിവോൺ ആണെന്നുള്ള കാര്യം പിടികിട്ടി. അയാളുടെ കാറ് കിടക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടെന്നറിയാം എന്ന് പറഞ്ഞ് ആ തളർച്ചയിൽ നോർമലാവാൻ മാക്സിമം ട്രൈ ചെയ്ത് ഡിവോണെ വിളിച്ചകത്തേക്ക് കയറ്റുന്നു. റഗാബി ഡൗൺ സ്റ്റേഴ്സിൽ തന്നെ മിണ്ടാതെ നിൽക്കുവാണ്. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിലും മറ്റും മൂലം തിരികെ എത്തിയ അവരാകട്ടെ ഇനിയും മാർക്കിന് മെസ്സേജ് കൊടുക്കാനുള്ള ഹാലജൻ ലൈറ്റ് പരിപാടി പരിചയപ്പെട്ടതുകൊണ്ട് മറ്റൊരു വഴിയുണ്ടെന്ന് തുടങ്ങുന്നതും വേണ്ട കുഴപ്പമില്ല ഞാനൊരു വഴി നോക്കുകയാണെന്നുള്ള മാർക്കിന്റെ പ്ലാൻ കേട്ട് അതെന്ത് വഴിയെന്ന് തിരിച്ച് ഡിവോണും. പറയാൻ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് കണ്ട് എന്താ അത്രയ്ക്ക് വലിയ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞ മാർക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുന്നതും തലയിൽ ശക്തമായ കീ ശബ്ദം, കൂടാതെ ഗ്ലിച്ചും. ഡിവോൺ ഇത് ശ്രദ്ധിക്കാതെ തന്നെ കൂട്ടാതെ എന്ത് ചെയ്യുകയാണെന്നുള്ള സംസാരം കേട്ട് മാർക്ക് ഒന്നും മിണ്ടായിരിക്കാൻ പറഞ്ഞ് ദേഷിക്കുന്നതും ചുറ്റും എന്തോ സ്മെല്ല് പോലെ. ശരീരമാകെ എന്തോ വരാണ്ടാവുന്നതിന് പിറകെ ഗ്ലാസ് എടുക്കാൻ വിരലുകൾ പോലും ചലിപ്പിക്കാതാവുന്നതോടെ മാർക്ക് നേരെ നിലത്തേക്ക് ബോധം കെട്ട് വീഴുന്നു. വെപ്രാളത്തിൽ മാർക്കിനെ പിടിക്കുന്നതിന് പിറകെ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്ന പറഞ്ഞ് റഗാബി ഓടിയെത്തുന്നത് കണ്ട് ഞെട്ടി നിങ്ങളായിരുന്നു ഡിവോൺ ചോദിക്കുന്നതും മാർക്കിന് വിറയലും ജെന്നിയൊക്കെ വന്ന് മരിക്കാൻ പോണ പോലെ. ഇത്ര വലിയ സംഭവങ്ങൾ ഒരിടത്ത് നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ചിറ്റ്ചാറ്റ് കഴിഞ്ഞ് കൂളായി ഇർവിങ്ങിനെ യാത്രയ്ക്കുന്ന ബർട്ടിന് പറയാനുള്ളത് ഫീൽസ് അയാൾ അങ്ങനെയാണ്, എവിടെ എന്ത് പറയണമെന്നൊരു വ്യക്തതയില്ല. കണ്ടില്ലേ 12 വർഷം മാത്രം മുന്നേ തുടങ്ങിയ സെവറൻസ് ജോലിയിൽ 20 കൊല്ലം മുമ്പ് തൊട്ടേ ഉണ്ടെന്ന് പറഞ്ഞത്. ബർട്ട് ക്ഷമ ചോദിച്ച് നാളെ ആകുമ്പോൾ ഫീൽഡ്സിന് ഇന്നത്തെ പെരുമാറ്റത്തെക്കുറിച്ച് ഓർത്ത് വിഷമമായിരിക്കുമെന്നും ഒക്കെ നിന്ന് പറയുന്നതിലും എന്നാൽ ഏകാന്തരായി നിന്നിരുന്ന ഇർവിങ്ങിന് ഈ ഡിന്നർ നല്ലോണം ഇഷ്ടപ്പെട്ടു. നമുക്കിനിയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടാമെന്ന് പറഞ്ഞു പോകുമ്പോൾ ഇർവിങ്ങിന്റെയും ബർട്ടിന്റെയും പരസ്പര നോട്ടത്തിലൊക്കെ ഒരു ചെറിയ റൊമാൻറ്റിക് ലൈൻ ഇല്ലാതില്ല. ഒടുവിൽ കാറിൽ കയറി തിരിക്കുന്ന ഇർവിങ്ങിൽ ഈ എപ്പിസോഡ് തീരുമ്പോൾ മാർക്കിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് അറിഞ്ഞാൽ മതിയാകും. ഉടൻ തന്നെ വീണ്ടും കാണാം സെവറൻസിന്റെ അടുത്തൊരു ഇമോഷണൽ എപ്പിസോഡുമായി.